Psalm 39. It's David's verse, Psalm, and David is going through a personal struggle, or might be he's going through some illness. He's struggling a lot. That was the time when this psalm was recited. And when I was going through this particular psalm, every single verse was profoundly being spoken to me. Now, if you go through the first verse, somebody can read. I will guard my ways, that I may not sin with my tongue. His struggle is so high that he knew that if he opened his mouth, it would have a touch of negativity. So he vowed that he would not be opening his tongue, not be opening his mouth. See, we also go through our personal struggles. Being a human being, everyone has to go through this. നാം എല്ലാവരും നമ്മുടേതായിട്ടുള്ള ക്ഷീണത്തിൻ്റെ അവസ്ഥയിലൂടെ നാം പോകുന്നവരാണ്. മനുഷ്യനായി ഭൂമിയിൽ പിറക്കുന്ന ഏത് മനുഷ്യനും ഏതൊരുവനും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. Nobody can always be seated in a bed of roses. Struggles are there. And it could be very high. Wherein the lament which we have cannot be shared with others. നമുക്ക് ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത അളവിൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങൾ നമുക്കുണ്ടാകാം. David is going through that. But one thing he learned from it is that I will keep my mouth with a bridle while the wicked is before me. എൻ്റെ വായ ഞാൻ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് താൻ തീരുമാനിച്ചു. കാരണം തൻ്റെ മുൻപിൽ ഇരിക്കുന്ന ദുഷ്ടന്മാരുണ്ട്. അവരുടെ മുൻപിൽ വായ തുറന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പല വാക്കുകൾ അവർ അടർത്തിയെടുത്തേക്കാം. So God himself makes us to be in a situation that we would be quiet. ചില വേളകളൊക്കെ നമ്മൾ ശാന്തരായിരിക്കാൻ ദൈവം ഇച്ഛിക്കുന്ന ദൈവമാണ്. നമ്മളെ ആ അളവിലേക്ക് ദൈവം കടത്തിക്കൊണ്ട് പോകും. നമ്മുടെ നാവ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഭയങ്കര ദോഷകരമാണ് നമ്മുടെ നാവ്. ഒരുവനെ നമ്മൾ പൊതുവെ അളക്കുന്നത് അവൻ്റെ വായാൽ ആണ്, അവൻ്റെ വാക്കുകൾ നിമിത്തം അളക്കുന്നത്. എത്ര സുമുഖനായ ഒരുവനാണെങ്കിലും ആദ്യത്തെ ഒരു ഇംപ്രഷൻ ഇറ്റ് വുഡ് ബി ദെയർ. ബട്ട് വൺസ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഔട്ട്, സംവെയർ വി കൻ അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സണാലിറ്റി ഇൻ ഹിം. നമുക്ക് ബോധ്യമാകും ഈ മനുഷ്യൻ ആരാണെന്നുള്ളത്. അതുകൊണ്ട് ജെയിംസ്, വി നോ അബൌട്ട് ദാറ്റ്. ജെയിംസ് ചാപ്റ്റർ 1 and verse 2, യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. My brethren, count it all joy when you fall into various trials, knowing that the testing of your faith produces patience. Yeah, verse 5. If any of you lacks wisdom, let him ask of God, who gives to all liberally and without reproach, and it will be given to him. James, no, it's chapter 3. Chapter 3. Even so, the tongue is a little... Read verse 2, please. For we all stumble in many things. If anyone does not stumble in word, he is a perfect man, able also to bridle the whole body. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ
അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. വാക്കുകളുടെ മേൽ നിയന്ത്രണമുണ്ടെങ്കിൽ യു ക്യാൻ ഹോൾഡ് ഓൺ ടു ദ സിറ്റുവേഷൻ. ലുക്ക് ഇൻടു ഇറ്റ്. പല വാക്കുകൾ നിമിത്തമാണ് ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാകുന്നത്. കൊച്ചു കൊച്ചു വാക്കുകൾ. നാവിൻ്റെ മേൽ കടിഞ്ഞാണിടാൻ കഴിയാതെ പോയാൽ ദുരന്തങ്ങളിലേക്ക് നാം ചിലപ്പോൾ എത്തിയേക്കാം. യു സീ ടു ഇറ്റ്. പല വാക്കുകൾ നമ്മൾ പറഞ്ഞു വിടുന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും ചിലരുടെ ഹൃദയങ്ങളിൽ അവരിങ്ങനെ സൂക്ഷിക്കും. ഇറ്റ് വുഡ് ബി ദേർ. It is always better to be slow to speak. ഒത്തിരി വാക്കുകളൊന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വാക്ക് പറഞ്ഞു പോയാൽ ബി കോഷ്യസ് വിത്ത് ഇറ്റ്. ഒത്തിരി പേരുടെ ജീവിതം നാശത്തിലേക്ക് ചെന്നെത്തിയിട്ടുള്ളത്. The other day was just reading in the newspaper about what was his name, Candle, ഒരു ചെറുപ്പക്കാരനെ. അപ്പോൾ തന്നെ വായിച്ചു വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, തൻ്റെ മാതാപിതാക്കൾ പലപ്പോഴുമായി തന്നോടുള്ള പറഞ്ഞിട്ടുള്ള വാക്കുകളെ തൻ്റെ ഉള്ളിൽ താൻ ഇങ്ങനെ സംഗ്രഹിച്ചു വെച്ചു. The words his own parents uttered, തൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കരുതി വെച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ ആ രോഷം കൂടി 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 see it landed up to the slaughter of them. അവരെ കൊന്നു കളയത്തക്കവണ്ണം ആ രോഷം കൂടി. എൻ്റെ പിന്നിലെ കാരണം എന്താ? എപ്പോഴോ പറഞ്ഞിരുന്ന ചില വാക്കുകളെ തന്നെ മുറിവേൽപ്പിച്ചു. മുറിവിൻ്റെ ആധിക്യത്തിൽ അത് നാളുകളോളം കടന്നു പോയപ്പം ഭയങ്കരമായിട്ടത് പ്രകടമായി. നമ്മൾ കടന്നു പോകുന്ന ഏത് അവസ്ഥകളിലും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഒത്തിരി ദൈവത്തെ ആരാധിക്കാൻ ഇച്ഛിക്കുന്നവരാ. ദാറ്റ് വി നീഡ് ടു ഡു. ബട്ട് ദെൻ നമ്മുടെ നാവിനെ ഒത്തിരി സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒത്തിരി വിഷയങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. You look into so many houses where there seems to be no peace. What could be the reason? It's not for that any action of ours would be hurting a person. Much more than that, നമ്മൾ പറഞ്ഞ വാക്കുകൾ ഇത് നിമിത്തം പ്രശ്നങ്ങളായി, അകൽച്ചയായി, പിന്നത്തേതിൽ ഒരിക്കലും അടുക്കാൻ കഴിയാത്ത അളവിലേക്ക് അതങ്ങ് അന്യപ്പെടും. Be cautious with your words. David is going through that. In verse 3, my heart was hot within me. While I was musing, the fire burned. Then I spoke with my tongue. My heart was hot within me. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ചൂട് പിടിച്ചു. നാളുകളോളം ഞാൻ ശാന്തനായിട്ടിരുന്നു. ഒന്നും പറയുവാൻ എനിക്കില്ല. ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ച വാക്കുകളെല്ലാം ഒരു ധ്യാനമായിട്ട് മാറി. It is always better to be quiet, meditating, ശാന്തമായിട്ട് വലിയവനായ ദൈവത്തെ നമ്മുടെ സങ്കീർണമായ വേളകളിൽ നാം കടന്നു പോകുന്ന ദുഃഖങ്ങളിൽ ഈ ദൈവത്തെയൊക്കെ ധ്യാനിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ, തിരുവചനത്തെയൊക്കെ നമുക്കൊന്ന് ആഴങ്ങളിലേക്കൊന്ന് ചെന്ന് അതിനകത്തുനിന്ന് ഉള്ള മുത്തുക്കളൊക്കെ ഒന്ന് പിറക്കിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, somewhere or the other it will explode. പുറത്തേക്ക് അത് വരും. പിന്നെയാണ് ഞാൻ നാവെടുത്ത് സംസാരിപ്പാൻ തുടങ്ങിയത്. നാളുകളോളം താൻ ശാന്തനായിരുന്നു. തൻ്റെ പ്രതികൂല അവസ്ഥയിൽ താൻ എന്തു പറഞ്ഞാലും ആൾക്കാർ തന്നെ ചിത്രീകരിക്കുന്ന മറ്റൊരളവിലായിരിക്കും. He knew about it. He was silent. But a time came when he exploded. The words started coming out, but it is not negative words. നമ്മൾ ഒത്തിരി ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ, ക്രൈസിസിലൊക്കെ നാം പോകുന്ന സമയത്ത് ഉരുവിടുന്ന വാക്കുകൾ ദോഷകരമാകും. ആ സമയത്ത് ശാന്തത കൈവരിച്ചിട്ട് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നമ്മുടെ ധ്വനികൾക്കെല്ലാം മാറ്റം വരാനിടയാകും. Then we should start speaking. ഭക്തന്മാരൊക്കെ പൊതുവെ തെളിയിക്കപ്പെട്ടത്
One of the main reasons was that അവർ ദൈവത്തെ സംബന്ധിച്ച് പറയാൻ ഒത്തിരി തൽപരരായിരുന്നു. But about the worldly things, അവരൊത്തിരി ശാന്തത കൈവരിച്ചവരാണ്. How are we? നമ്മൾ പൊതുവായിട്ട് ഒത്തിരി ലൗകിക വിഷയങ്ങൾ നമ്മൾ ഒത്തിരി പങ്കുവെക്കുന്നവരും ദൈവത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിമിതമായിട്ടുമാണ് നമ്മളിൽ വരാറുള്ളത്. That has to be changed. Somewhere David started to speak out. Verse 4 and 5. Lord, make me to know my end, and what is the measure of my days, that I may know how frail I am. യഹോവേ, എൻ്റെ അവസ്ഥയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ അത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. The brevity of our life. നമ്മുടെ ഭൂമിയിലുള്ള അസ്തിത്വത്തിൻ്റെ പരിമിതികളെ നമ്മൾ ഗ്രഹിക്കുന്ന നന്നായിരിക്കും. Verse 5 also. Indeed, you have made my days as handbreadths, and my age is as nothing before you. Certainly, every man at his best state is but vapor. Every man at his best would be a vapor. എത്ര വലിയവനാണെങ്കിലും, എത്ര ശോഭയോടെ നിന്നാലും, എത്ര തിളങ്ങി നിന്നാലും, we need to be knowing even about ourselves. നമ്മൾ ആരാണ്? ഒരു ശ്വാസത്തിന് തുല്യമാണ്. നെക്സ്റ്റ് മൊമെന്റ് ഇറ്റ് സീസസ്, ഇറ്റ്സ് ഓൾ ഓവർ. ഈ ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ത്രൂ അഡ്വേഴ്സിറ്റീസ്. പ്രയാസങ്ങളിലൂടെ കഷ്ടതകളിലൂടെ ഒക്കെ പോകാത്തിടത്തോളം നമുക്ക് ജീവിതത്തെ സംബന്ധിച്ച് ഈ ഒരു വെളിപ്പാട് നമുക്ക് കിട്ടത്തില്ല. നോക്കിയാൽ മതി. When things are favorable or life is comfortable, our viewpoint would be totally different. നമ്മൾ ഒത്തിരി ആവേശത്തിൽ സംസാരിക്കും, ഭയങ്കര ഔന്നിത്യത്തിലൊക്കെ നമ്മൾ നിൽക്കും. But when we go through a drought and barren period, നോക്കിയാൽ മതി, ശാന്തമാകും. We would be knowing, എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ, 4 വിരലുകൾക്ക് തുല്യം മാത്രമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഉറച്ചു നിന്നാൽ അവനൊരു ശ്വാസത്തിന് തുല്യം മാത്രമാണ്. My dear ones, we need not be haughty about anything. ഒന്നിനെ കുറിച്ചും ഈ ഭൂമിയിലെ പ്രശംസിപ്പാനിടയാകരുത്. My dear church, beloved ones, എപ്പോഴും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്കൊരു ഗ്രാഹ്യമുണ്ടാകണം. കർത്താവ് വിളിക്കുന്ന ഒരു നാൾ വരുമ്പോഴേ ഏത് സമയത്തായാലും ബി പ്രിപ്പയർഡ് ഫോർ ഇറ്റ്, ബി റെഡി ഫോർ ഇറ്റ്. എപ്പോഴാണ് നമ്മുടെ ജീവിതം നിലയ്ക്കുന്നത്? ഒത്തിരി അംബീഷനുകൾ നാളുകളെ സംബന്ധിച്ച് വി നീഡ് ടു ബി ഹാവിങ് വിഷൻ ഫോർ അവർ ലൈഫ്. ബട്ട് ദെൻ ഭയങ്കര ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. വി ഷുഡ് ബി നോയിങ്, ദൈവത്തിൻ്റെ കൃപയില്ല എങ്കിൽ it would not materialize. It would not materialize. Hallelujah. ദൈവത്തിന് സ്തോത്രം. I read from C.S. Lewis what he said about life. He says that we can either ignore death, fear it, or desire it. ഒന്നെങ്കിൽ മരണത്തെ നമുക്ക് അവഗണിക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ ഭയക്കാം, ഓർ നമുക്കതിനെ കാംക്ഷിക്കാം. ദിസ് മോർണിംഗ് നമ്മൾ എത്ര പേര് ശരിക്കും മരണത്തെ കാംക്ഷിക്കുന്നവരുണ്ട്? അതിനെ ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അതിനെ ഭയക്കുന്നതിലും അർത്ഥമില്ല. ഫോർ അസ് ബീങ് എ ചൈൽഡ് ഓഫ് ഗോഡ്, എപ്പോഴും മരണത്തിന് വേണ്ടി ഇച്ഛിക്കണം. Not for anything else. The world is so full of wickedness, with all its glitter, with all its pomp and show. ഭയങ്കര ഉയർച്ചയിലും വലിയ ഇൻവെൻഷൻ്റെ മധ്യത്തിലും always we should be knowing, ഏത് സമയത്തും കർത്താവേ, നാഥ, when I stand here, when I speak it out,
എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടു ലീവ് ദിസ് വേൾഡ്. Honestly speaking, for the next moment, I don't desire to be here in this world. Through some means, Lord, if you're taking me up, I am ready for it, desiring for it. Somebody says that our ambition should be, I remember the words which Joy's father would say. When he was at the age of 79, Joyce said to her Papa, beloved Papa, Papade license പുതുക്കണ്ടായോ? He said, മോളെ 70 സംവത്സരം, ഏറെ പോയാൽ 80 സംവത്സരം. പപ്പായ്ക്ക് 80 വയസ്സാകാറായി. ഇനി ഞാൻ അതിനപ്പുറമുള്ള സംവത്സരങ്ങളെ ഇച്ഛിക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. Let me tell you, exactly താൻ പറഞ്ഞതുപോലെ 79 വയസ്സ് അതേ സമയത്ത്, അപ്രതീക്ഷിതമായ സമയത്ത്, സന്തോഷത്തോടെ വർദ്ധിക്കുന്ന വേളയിൽ നിത്യത്തിലേക്ക് താൻ ചേർക്കപ്പെട്ടു. I remember in 2019, താൻ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അന്നേരം the students came out. സ്റ്റുഡൻസിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു പ്രത്യാശ ഗാനം താൻ പഠിപ്പിച്ചു, ഇത് പഠിച്ചിട്ട് വരണം, ഇത് അടുത്ത ആഴ്ച പാടണം. And they never knew that next week when they sing that song, അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിലായിരിക്കും ഇത് പാടുന്നതെന്ന് അവരറിഞ്ഞില്ല. My dear ones, don't fear death. ഭക്തന്മാർക്ക് എപ്പോഴും അവർക്കറിയാം ഈ ഭൂമി അവർക്ക് യോജിച്ചതല്ല. ഡേവിഡ് ന്യൂ ദാറ്റ്. പൊസിഷൻ വൈസ് വലിയ പൊസിഷനാ തനിക്ക്, കിങ്, അതിനപ്പുറമാകാൻ എന്താ സ്ഥാനമുള്ളത്. ബട്ട് ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് തനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഏതെങ്കിലും വിധേന ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ടി വന്നാൽ നഷ്ടപ്പെടാനൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. He sought for it. And C.S. Lewis says further, the gospel of Jesus Christ actually encourages us to desire it. And it is the fool who ignores it. We need to be ready for it, practically, emotionally and spiritually. എല്ലാ വിധത്തിലും കർത്താവ് വിളിക്കുമ്പോൾ നാം പോകാൻ തയ്യാറാകണം. ഒത്തിരി വ്യാമോഹങ്ങൾ, ആഗ്രഹങ്ങൾ, തലമുറകളുടെ ഉയർച്ചകൾ, നന്മകൾ ഇച്ഛിക്കുന്നത് നല്ലതാണ്. But you should not be waiting to just see for that. അതിനുവേണ്ടി ഒത്തിരി കാംക്ഷയോടെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. God will take care of it. I've told before about P.V. Tommy sir. ഇന്ന് മുമ്പ് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. 37-ാമത്തെ വയസ്സിൽ താൻ എത്തിയപ്പോഴാണ് എൻ്റെ വൈഫ് ഇളയ കുഞ്ഞിനെ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വൈഫ് പോയി. തനിക്ക് 3 പെൺകുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോൾക്ക് പേര് സാലി എന്നാണ്. സാലി വാസ് ഓൺലി 17 years old when P.V. Tommy sir became sick. തൊമ്മി സാർ തൻ്റെ മൂത്ത മകളെ വിളിച്ചു, മോളെ അപ്പച്ചനും പോകാനുള്ള സമയം അടുത്തു, ഞാൻ പോകും, മോള് ഭാരപ്പെടണ്ട, മോൾക്കിളയെ 2 കുഞ്ഞുങ്ങളുണ്ട്, മോളവരെ നോക്കണം. മോൾ 23-ാം സങ്കീർത്തനം മറക്കരുത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. ഒരു ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാ, അവർക്കറിയാമാ വചനമൊക്കെ. മോളെ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടർന്നു വരും, നിങ്ങൾ ഭാരപ്പെടണ്ട.
വെറും 37-ാമത്തെ വയസ്സിൽ നോക്കിക്കൂ, പ്രായമൊന്നുമില്ല. ആൻഡ് യു ഷുഡ് ബി നോയിങ് അബൌട്ട് പി വി തുമ്മി സർ. അദ്ദേഹമാണ് എന്തതിശയമേ എന്നൊക്കെയുള്ള പാട്ട് എഴുതിയത്. 37-ാം വയസ്സിൽ താൻ പോയി. മൂത്ത മകൾ പെട്ടെന്ന് ഇളയെ രണ്ടുപേരെയും പിടിച്ചിട്ട്, അപ്പച്ചാ ഇങ്ങനെ എന്നെ വിട്ടിട്ട് പോയോ? But you know what happened? Years later, താൻ വർദ്ധിച്ചിരുന്ന ആ ചെറ്റക്കുരയിൽ അതിന് മാറ്റമുണ്ടായി. അന്നത്തെ കാലയളവിൽ ഒരു കോൺക്രീറ്റ് വീട് അവിടെ ഉണ്ടായി വന്നു 3 വർഷങ്ങൾക്ക് മുമ്പേ. സാലിയുടെ ഇളയ 2 അനിയത്തിമാരും ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് ദൈവം ഉയർത്തി. നമ്മൾ ഒത്തിരി കരുതുന്നവരാ, ഒത്തിരി പേർക്ക് വേണ്ടി ഒത്തിരി ഒരുക്കി വെക്കുന്നവരാ. മൈ ഡിയർ വൺസ്, ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്താൽ ഇറ്റ് വുഡ് ബി സോ മച്ച് ബെറ്റർ. ദൈവം അവരെ കരുതും, ദൈവം അവരെ പരിപാലിക്കും. ഹാവ് ദറ്റ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴേ, Surely every man walks about like a shadow. Surely they busy themselves in vain. He heaps up riches, and does not know who will gather them. It shows the vanity of life. നമ്മുടെ ഈ ഭൂമിയിലുള്ള അസ്തിത്വത്തിൻ്റെ ഒരു മായ അനുഭവത്തെ ഇവിടെ കാണിക്കുക. നമുക്ക് എന്തറിയാം നാളുകളെക്കുറിച്ച്? We know in Luke, it's mentioned about in chapter 12, a parable of a foolish rich man. ഓടിച്ചൊന്ന് വായിക്കാമോ from 16 onwards? Luke chapter 12, 16 to 21. Then he spoke a parable to them, saying, The ground of a certain rich man yielded plentifully, and he thought within himself, saying, What shall I do, since I have no room to store my crops? So he said, I will do this. I will pull down my barns and build greater, and there I will store all my crops and my goods. And I will say to my soul, Soul, you have made many goods laid up for many years. Take your ease, eat and drink, and be merry. This is a normal philosophy. To take your ease, eat, drink, and be merry. ഇതൊരു സ്റ്റോയിക് ഫിലോസഫിയാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സന്തോഷിക്കുക, ജീവിക്കുക. ഈ മനുഷ്യൻ സമൃദ്ധി വന്നപ്പം തൻ്റെ സ്റ്റോർ ഹൗസുകളൊക്കെ വിശാലമാക്കി, അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. കർത്താവ് ഈ പാരബിൾ പറയുമ്പോൾ, നാളുകളെക്കുറിച്ച് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? നീ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് നിനക്കത് അനുഭവിക്കാൻ കഴിയുമെന്ന് വല്ല ഉറപ്പുണ്ടോ? When we think about life in that terms, ഒത്തിരി സ്വരൂപിച്ചും സൂക്ഷിച്ചും ഇങ്ങനെ it's being dumped to our deposit. ഒത്തിരി കൂട്ടുക, വർദ്ധിപ്പിക്കുക. എത്രയോ സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നത്, മണി ഈസ് there, ആരുമില്ല, കസ്റ്റോഡിയൻ ആരുമില്ല, നോബഡി ഈസ് there. അപ്പനമ്മമാർ ഗൾഫിലുള്ളവരുണ്ടാകാം, നാട്ടിൽ ജോലി ചെയ്തവർ ഒത്തിരി സമൃദ്ധരാണ്, പെൻഷനുകൾ നിരയായി വന്ന് കിടന്നു, അക്കൗണ്ട് വർദ്ധിച്ചു. മക്കൾ US-ഉം കാനഡയിലുമൊക്കെ പോയി, അവർ തിരിച്ചു വരത്തില്ല, അവർക്ക് ഇവിടുത്തെ ഒന്നും വേണ്ട. And it is said in so many places in Kerala, in mid-Travancore area, എത്രയോ പൈസ അക്കൗണ്ടുകൾ കിടക്കുക, ആർക്കുമില്ലാതെ. എല്ലാം സ്വരൂപിച്ചു കൂട്ടി മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി വൃഥാവായി പോകുന്നു. ഇറ്റ് ഈസ് ഫോർ വാട്ട്? സത്യമല്ലേ? ലൈഫിൻ്റെ ഫിലോസഫി അങ്ങനെ ഒന്ന് മാറിക്കഴിഞ്ഞാലേ നമ്മൾ ഈ ഭയങ്കര നാളുകളെക്കുറിച്ചൊക്കെയുള്ള ആശങ്കയും ഭയവുമൊക്കെ അങ്ങ് മാറിപ്പോകും. മൈ ഡിയർ വൺസ്, നമ്മെ ദൈവമാ പരിപാലിക്കുന്നത് എന്നൊരു വാക്ക് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ലിവ് വിത്ത് ഇറ്റ്. വെറുതെ പറയരുത്, വെറുതെ പറയരുത്. So many would be directly and indirectly talking to us, indicating about our children. We have got 3 girl children. 3 പെൺകുഞ്ഞുങ്ങളാണ്. അവർ വളർന്നു വരികയാണ്.
വാട്ട് വുഡ് ഹാപ്പൻ? 1, 2, 3 ഇവരുടെ കല്യാണം കഴിപ്പിക്കണ്ടയോ? ക്വസ്റ്റ്യൻസ് വുഡ് കം. ചിലർ ഡയറക്റ്റ്ലി ചോദിക്കത്തില്ല, ഇൻഡയറക്ട്ലി ദേ വുഡ് ആസ്ക്. എനിക്ക് വലിയ രസമായി തോന്നും. ഇഫ് ഗോഡ് ഈസ് ദ വൺ ഹു ഹസ് ഗിവൺ ദറ്റ് ചിൽഡ്രൻ ടു അസ്, എന്നെക്കാളുമോ അല്ലെങ്കിൽ ഞങ്ങളെക്കാളുമോ പ്രാപ്തി ഞങ്ങളുടെ ദൈവത്തിനില്ലയോ അവരുടെ ഭാവി ഒരുക്കാൻ? ഇറ്റ്സ് ഓൾ മീനിങ്ലെസ് ടൈപ്പ് ഓഫ് ടോക്സ്. ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മൾ ഇങ്ങനെയുള്ളതിനെ സംബന്ധിച്ചൊന്നും സംസാരിക്കേണ്ടവരല്ല. We should be optimistic about our future. നല്ല ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാകണം. ഭയത്തിൽ നാം വർദ്ധിക്കേണ്ടവരല്ല. ഭക്തന്മാരെ സംബന്ധിച്ച് അവർക്കൊന്നിനെ പ്രതിയും ഒരു ഭയവുമില്ല. They are free. അല്ലാതെ പോയാൽ മറ്റൊരു ഫിലോസഫി ഉണ്ട്, ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറിയ. കിട്ടുന്ന പൈസ എല്ലാം തിന്നും കുടിച്ചും സന്തോഷിച്ചും ആഹ്ലാദിച്ചും കറങ്ങിയും ചുറ്റിയും ലോകം മൊത്തം ചുറ്റി നടക്കുക. ഈ തത്വങ്ങൾ ദൈവത്തിൻ്റെ മക്കളുടെ ഇടയിൽ പാടില്ലാത്തൊരു തത്വമാണ്. എത്രയോ പേർക്ക് എന്ത് കിട്ടിയാലും they would be simply roaming around aimlessly. കർത്താവ് നമുക്ക് നന്മകളൊക്കെ ഒത്തിരി തരും, പക്ഷേ അത് ഉപയോഗിക്കുന്നതിൽ സൂക്ഷ്മത നമുക്കുണ്ടാകണം. Don't be forgetting, at times it is a test. കർത്താവ് ഒത്തിരി കയ്യിൽ തന്നിട്ട് നോക്കും how we are going to utilize it. താൻ പറയുകയാ, അവൻ ഇതെല്ലാം സ്വരൂപിച്ചു വെച്ചിട്ട് അവസാനം പ്രയോജനമില്ലാതെ ഇതെല്ലാം നഷ്ടത്തിലേക്കും നാശത്തിലേക്കും പോകുന്നു. Verse 20 and 21, read once more please. But God said to him, Fool, this night your soul will be required of you. Then whose will those things be which ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വേഴ്സ്. So is he who lays up treasure for himself and is not rich toward God? ഒന്നുകിൽ നമുക്ക് we can be rich towards God. ദൈവിക വിഷയങ്ങളോടനുബന്ധിച്ച് സമ്പന്നരാകാം. ലോകപ്രകാരം ഒരു സമ്പത്തും ഇല്ലെങ്കിലും സമൃദ്ധിയില്ലെങ്കിലും കഷ്ടതയിലൂടെ കടന്നുപോയാലും not to worry, but we need to be rich towards God. ആ ഒരു കാര്യത്തിൽ സമ്പന്നരാകണം, സമൃദ്ധരാകണം. എത്ര കിട്ടിയാലും പോരാ കർത്താവേ, എനിക്ക് ഇനിയും വേണം കർത്താവേ. How many of us do have really that desire in us? എനിക്ക് തൃപ്തി വരുന്നില്ല കർത്താവേ, എൻ്റെ അപ്പാ, എൻ്റെ ആത്മമനുഷ്യനെ സംബന്ധിച്ച് അധികം എനിക്ക് വേണം കർത്താവേ, എനിക്ക് പുഷ്ടി വേണം. Are we ready to ask for that? മറ്റേതിനെ സംബന്ധിച്ച് ഭയം കൂടാതെ ദൈവമുഖത്തേക്ക് നോക്കി നിൽക്കുക. പെട്ടെന്ന് നമുക്ക് again we come to verse 8. Deliver me from all my transgressions, do not make me the reproach of the foolish. ഒരാൾ ക്ഷീണം തട്ടുമ്പോഴേ പറയേണ്ടുന്ന വാക്കുകളായത്. verse 8, എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നമുക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. മനുഷ്യരായതുകൊണ്ട് we would be having transgressions, iniquities in our life. കർത്താവേ, എൻ്റെ അപ്പാ, ഇത് വന്നു ഭവിക്കാൻ എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ന്യൂനത ഒരു കാരണമാണെങ്കിൽ അപ്പാ എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കണം. And it works out wonders. That could be the reason why God has made you go through that particular path. ആ വഴികളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം അതായിരിക്കും. നമ്മളെ തന്നെ ഒന്ന് കണ്ടെത്തുക, നമ്മളെ ഒന്ന് തിരിച്ചറിയുക, നമ്മുടെ ന്യൂനതകളെ അഭാവങ്ങളെ മനസ്സിലാക്കുക. God would take us through that way. ഭക്തരാകുന്നവരെപ്പോഴും അവരങ്ങനെയാണ് കണ്ടെത്തുന്നത്. അല്ലാത്തവരാണെങ്കിൽ എപ്പോഴും എന്തോ ചെയ്യും? മറ്റുള്ളവരിലേക്ക് അവർ വിരൽ ചൂണ്ടും. ഒരാൾ ശരിക്കും ദൈവിക പാതയിലാണോ എന്നറിയുന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവ് അവർ കംപ്ലൈൻറ്റ് പറയത്തില്ല. പ്രയാസങ്ങളില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രയാസങ്ങളിലൂടെ അവർ പോകും.
താങ്ങാൻ കഴിയാത്ത ഭാരത്തിലൂടെ പോകും, രോഗത്തിലൂടെ പോകും. They might be going through lots of issues, but they would be mum with it. അവരത് തുറക്കത്തില്ല. കംപ്ലൈൻറ്റുകളുടെ നിരയും ശാഠ്യവും നെഗറ്റിവിറ്റി കൊണ്ട് നമ്മൾ നിറയുന്നുണ്ടെങ്കിൽ ബി കോഷ്യസ്. സംവേർ വി ആർ ഓൺ ദി റോങ് ട്രാക്ക്. താൻ തൻ്റെ ട്രാൻസ്ഗ്രഷനെ സംബന്ധിച്ച് തിരയുകയാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ ദൈവമേ എന്നെ വിടുവിക്കണമേ. ഇത് വെച്ച് ഞാൻ പുലർത്തുകയാണെങ്കിൽ ഞാൻ ഭോഷൻ്റെ മുമ്പിൽ നിന്ദയ്ക്കിരയായിത്തീരും. നമ്മൾ ഒത്തിരി പേര് ഉറ്റുനോക്കുന്നവരുണ്ട്, ഇങ്ങനെ ശ്രദ്ധിക്കുന്നവരുണ്ട്. നമ്മുടെ വാക്കുകളിലുള്ള പ്രതികരണത്തിലൂടെ അവർ നമ്മളെ ഗ്രഹിക്കുന്നത്. മൈ ഡിയർ വൺസ്, how do we face the challenges and difficulties which we go through? Is it with negativity? We should shred it off. It shouldn't be with us. Rather, we need to be positive with our life. 11ാമത്തെ വാക്യം. When with rebukes you correct man for iniquity, you make his beauty melt away like a moth. Surely every man is vapor. അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ, അപ്പം നമ്മുടെ അകൃത്യം നിമിത്തം നമുക്ക് ശിക്ഷയുണ്ടാകും. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പല വിഷമങ്ങളുടെയും, എല്ലായ്പ്പോഴുമല്ല, പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ അകൃത്യം നിമിത്തമാകും. അകൃത്യം എന്ന് വെച്ചാൽ പെർഫെക്ഷൻ്റെ ലെവലിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ടൊന്നുമല്ല, അതിൽ അഭാവമുള്ളത് കൊണ്ടല്ല. ബട്ട് ദൈവം ഇച്ഛിക്കുന്ന ഒരു സ്റ്റാൻഡേർഡുണ്ട്, ഭയങ്കര ഉയർന്ന സ്റ്റാൻഡേർഡാണ്. നമ്മൾ പറയുന്നൊരു കൊച്ചു വാക്ക് പോലും ദൈവത്തിന് പ്രാധാന്യമുള്ളതാണ്. വഴുതുന്നുണ്ടെങ്കിൽ ഗോഡ് വുഡ് ലൈക്ക് അസ് ടു ബി ബ്രിങ്ങിങ് ബാക്ക്. തിരികെ കൊണ്ടുവരാൻ ദൈവം പദ്ധതി ഒരുക്കും. മറ്റുള്ളവരെ പോലെ നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. ഒരു മാർക്കറ്റിൽ പോയി മറ്റുള്ളവരെ പോലെ നമുക്ക് ആക്രോശിക്കാനും ഒച്ചപ്പാടുണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് വേറെയാണ്. ഇഫ് യു ആർ നോട്ട് മെയിൻറ്റെയിനിങ് ദാറ്റ് സ്റ്റാൻഡേർഡ്, ഗോഡ് വുഡ് റിബ്യൂക്ക് us. ദൈവം തന്നെയാണ് നമ്മളെ റിബ്യൂക്ക് ചെയ്യുന്നത്, ജസ്റ്റ് ടു കറക്റ്റ് us. മറ്റൊന്നിനുമല്ല, യഥാസ്ഥാനപ്പെടുത്തേണ്ടതിനായി ദൈവം നമ്മളെ ആ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകും. Last verse, 13th verse. Remove your gaze from me, that I may regain strength before I go away and am no more. ഞാനിവിടെ നിന്ന് പോയി ഇല്ലാതാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം, ദൈവം ഒരാളുടെ മേലൊരു നോട്ടം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫോക്കസ്ഡാണ്. ആ ആൾ ശരിക്കും ഉള്ള ലെവലിലേക്ക് വരാത്തിടത്തോളം തൻ്റെ നോട്ടം മാറത്തില്ല. He won't take his eyes off. നമ്മൾ ശരിക്കും ദൈവം ഇച്ഛിക്കുന്ന ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ we will go in peace. We will go in, my dear ones, we are going through difficulties. ഭാരപ്പെടണ്ട. And don't always be blaming Satan for that. നമ്മുടെ പൊതുവായൊരു സ്വഭാവത്തിലെല്ലാം പൈശാചികമാണ്, ഒന്നുമല്ല. ദൈവം തന്നെ നമ്മളെ കൊണ്ടുപോകും ആ വഴികളിലൂടെ. Just to rectify us, edify us, correct us, cleanse us. കർത്താവിൻ്റെ ആ വഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൈകളിലായി വിധേയപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ God will mold us, shape us into such a beauty. ഉടച്ചിൽ വരും, നമ്മൾ തകരും, പക്ഷെ അവിടെയാണ് ദൈവിക സ്വഭാവം നമ്മളിൽ വെളിപ്പെട്ട് വരുന്നത്. May God bless you with these verses.